ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി റെസിപ്പി പരിചയപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് നമ്മൾ ഇതേപോലെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ റെസിപ്പി തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കണം. പുഴുങ്ങിയ കോഴിമുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ മുട്ട പുഴുങ്ങിയിട്ട് മാവിൽ മുക്കിയിട്ടല്ലേ പൊരിക്കുക. അപ്പോൾ നിങ്ങൾ പുഴുങ്ങിയതിന് ശേഷം ഇതേപോലെ ഞാൻ പറയുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. പല ആളുകൾക്കും പല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കൊത്തി അരിഞ്ഞ് വെച്ച വലിയുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.5 വലിയുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. എരിവുള്ള പച്ചമുളക് 1 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ക്യാപ്സിക്കം മുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് വലിയ ഉള്ളിയും ക്യാപ്സിക്കും സാധാരണ മുളകും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുക. ചെറുതാക്കി നമ്മൾ അരിഞ്ഞിടണം. വലുതാക്കി അരിഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ബോൾ ഉരുട്ടുമ്പോൾ കറിവേപ്പില പുറത്തോട്ട് പോവും. അപ്പോൾ ഇത് ബോൾ ഉരുട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് തന്നെ നമ്മൾ ഇതിലോട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ബ്രെഡിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ചിക്കൻ്റെ ക്യൂബ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ക്യൂബിലുള്ള ഉപ്പും ബ്രെഡ് ക്രംസിലുള്ള ഉപ്പും കൂടി അത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ചിക്കൻ്റെ ക്യൂബ് നിങ്ങൾ കൂടുതൽ കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരില്ല. എന്നിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് നോമ്പുകാലമായാലൊക്കെ ഉള്ളതാണ് ഇനി എന്ത് റെസിപ്പി ഉണ്ടാക്കുക. എന്നും ഒരേ റെസിപ്പി ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ മസാലയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ്. ഇത്ര തോനൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടിലെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലോട്ട് ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് എത്ര വെച്ചാൽ അരിപ്പൊടി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ സ്പൂണിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തും. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്പൂണ് കണ്ടില്ലേ, ആ സ്പൂണിന് 3 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അല്പം കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ബോൾ ഉരുട്ടാൻ എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ള ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ഞാൻ കാണുന്ന സമയത്ത് തന്നെ മറുപടി തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതും കൂടി ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ബോൾ ഉരുട്ടുമ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ രീതിയിൽ വേണം നമ്മളിത് ബോൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ അല്പം കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് കുഴച്ച സമയത്ത് തന്നെ നമുക്കിത് ബോൾ ഉരുട്ടിയിട്ട് ഇതിൽ കോഴിമുട്ട വെച്ചതിന് ശേഷം നമുക്കൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഇതിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കായപ്പൊടിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ ഒരു കോഴിമുട്ടയുടെ പീസ് വെച്ചതിന് ശേഷം ഇതേപോലെ ഇതൊന്ന് കബാബിൻ്റെ രൂപത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണണം, അപ്പോഴുള്ള നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.